മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എങ്ങനെയുണ്ട്? സൂപ്പർ ഉണ്ട്. എന്താ രസമായിട്ട് മലയാളം പറയണ, സന്തോഷായി. ചെമ്പഴുക്കാം തൊട്ടെടുത്ത് അമ്പലം പൂട്ടുന്നതാര്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സുന്ദരമായ മുഖങ്ങൾ നാട്ടുകാർ കാണട്ടെ. കാണട്ടെ. ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. നമസ്കാരമുണ്ട്. TCVയുടെ ഫൺ വിത്ത് മാവേലി ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോ പള്ളിക്കുളം റോഡിലുള്ള മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലി ഇന്ന് വന്നിരിക്കുന്നത് കുറെ കൊച്ചു കുട്ടികളുടെ അടുത്തേക്കാണ്. അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നോമിനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നോം നീട്ടുന്നില്ല കേട്ടോ. കണ്ടില്ലേ, കളിച്ചും ചിരിച്ചൊക്കെ ഒരുപാട് പേരിങ്ങനെ കറങ്ങുകയാണ്. ഓണം ഇങ്ങനെ പടിവാതിക്കലേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഫൺ വിത്ത് മാവേലിയിൽ അതേ താഴെ കണ്ട നമ്പർ കണ്ടോ, അവിടെ വിളിച്ചോളാ. ഒഴിവുള്ള പോലെയൊക്കെ അങ്ങോട്ട് സംസാരിക്കാം. ഇനിയിപ്പോൾ 6:30 ഭാഗങ്ങളിലൊക്കെ ചില ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു വരാനായിട്ട് നോമിൻ്റെ സമയം ഉണ്ടെങ്കിൽ ഒന്ന് കടന്നു വരും. അപ്പോൾ മറക്കണ്ട, നമ്മൾ തുടങ്ങിയാണ് ഫൺ വിത്ത് മാവേലി. നമസ്കാരമുണ്ട്. ചിഞ്ചുവിടെ? ചിഞ്ചു വരൂ ചിഞ്ചു, ഇങ്ങോട്ട് വന്നേ, നോമിനെ ഒന്ന് കാണട്ടെ. നോമിനെ ഒന്ന് കാണട്ടെ. ആ കുട്ടികളെ അലീനയും ഒക്കെ ഇങ്ങോട്ട് പോവാ. നിന്റെ പേരെന്താ? നീ ഇവരുടെ കൂടെ ഉള്ളതാണോ? ഇങ്ങോട്ട് അടുത്ത് ഇങ്ങോട്ട്. അയ്യോ അയ്യോ. നമസ്കാരമുണ്ട്. എന്താ പേര്? ഷിജി. എവിടെ സ്ഥലം? എൽത്തുരുത്ത് തൃക്കൂര്. ഇപ്പൊ ഇവരുടെ കൂടെ. എൽത്തുരുത്ത് തൃക്കൂർ. അതെന്താ? അല്ല, എൽത്തുരുത്ത് ഹസ്ബൻഡിന്റെ വീട് ഇവിടെ. അങ്ങനെ. എന്താ പേര്? ആദം. നോറ. ഷൈനി. ഷൈല. ഇതാണോ നമ്മൾ പറഞ്ഞ ആള്? ഇങ്ങോട്ട് നീക്ക. നോമനെ കാണുമ്പോ ഓടിപ്പോണേ. എന്താ പേരെന്ന് പറഞ്ഞേ? ഇതെന്താ പേര്? അപ്പൊ എവിടം വരെയായി നമ്മുടെ ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ? ഓണത്തിന്റെ ആഘോഷം കൊണ്ടുപോകാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നോമങ്ങ വന്നാലോ? വന്നോളൂ. നോമനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പരിപാടി കാണാറുണ്ടോ TCVയിലെ? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഓണത്തിന്റെ എന്താ ഓണക്കോടിയൊക്കെ വാങ്ങിയോ? പർച്ചേസിങ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വന്ന് കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് കളിച്ച് ചിരിച്ചൊക്കെ പോന്ന് വിചാരിച്ചു അല്ലേ? അതെ 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 അതെ. എന്താ ചെയ്യുന്നേ? അങ്ങനെ ഒന്നും ചെയ്യണില്ല. പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല. വീട്ടിലെ പരിപാടിക്കില്ലേ? ഉണ്ട്. എന്താ പേര്? പേര് ചോദിച്ചു. എന്താ ചെയ്യണേ? ഞാൻ PSC പഠിക്കണം. പഠിച്ച് ജോലി ആവാറായോ? അറിയില്ല, പരീക്ഷ എഴുതിയോ? എഴുതുന്നുണ്ട്. എന്തായി ഓണത്തിന്റെ ഒരുക്കം? എന്ത് പറയണു, ഇങ്ങനെ പോണു. ഇപ്രാവശ്യം ഓണില്ലേ? ഓണക്കിന്റെ ഓണം ഏത് പായസാണാവോ? പ്രത്യേകിച്ച് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഏത് പായസം സമയത്ത് അങ്ങോട്ട് തോന്നുന്നു അങ്ങ് ശരിയാക്കൂലേ? അപ്പൊ ഇതിലാരാ ചെറിയൊരു പാട്ട് പാടി തന്നെ നോമനെ? പാടും. ഇങ്ങോട്ട് വന്നേ. അന്നക്കുട്ടിയൊക്കെ പോയോ? സാർ അടുത്ത് വന്നോട്ടോ. ഒരു പാട്ട് അങ്ങോട്ട് പാടിക്കേ. കണ്ടു വാഗപ്പൂവിൻ കുളം, കണ്ടു മരിയിലയിൽ പുഴകളും, മൺകൂടുമുണ്ടേ തെങ്കൂടുമുണ്ടേ, കിളികൾ പലതുണ്ടേ, കാടിറാൻ വാ കൂടിറാൻ വാ,
കണ്ടതുമല്ല കേട്ടതല്ല കാണാത്താണെന്ന കാഴ്ചകൾ ഓ തന്തിനെ താനേ താനെ തന്തിനെ തന്നെ നന്നെ താനേ. ഈ പേര് പറഞ്ഞേ നോറ. ഒരു കൈയടിച്ചേ. അപ്പൊ നോറക്കുട്ടി പാട്ട് പഠിക്കണുണ്ടോ? ആ നോറക്കുട്ടി നല്ല സൂപ്പറായിട്ട് പാട്ട് പാടിയിരുന്നു. അപ്പൊ പാട്ട് പാടിയ നോറക്കുട്ടീനെ വെറുതെ അങ്ങോട്ട് വിടുന്നില്ല. നോം പാതാളത്തിന്നാ ഒരു ഓണക്കോടിയായിട്ട് വരുന്നു. ഓണക്കോടി മേടിക്കാൻ പോണതിന് മുമ്പാട് നോം ഒരു ഓണക്കോടി അങ്ങ് തരാന്ന് വിചാരിച്ചു. സന്തോഷായോ? സന്തോഷം, സന്തോഷായി. അത് സന്തോഷായോ? ആ ആയി. താങ്ക് യു. അപ്പോ നമ്മുടെ ഇതാണ് സന്തോഷം. മലയാളികളുടെ സന്തോഷം എന്ന് പറയുന്നത് ഓണം ഇങ്ങനെ പടിവാതിക്കലേക്ക് എത്തുകയാണ്. മന്നിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പള്ളിക്കുളം റോഡിലുള്ള മന്നിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടി അങ്ങോട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. ആ മേടിച്ചോ. ഇത് പ്രതീക്ഷിച്ചോ? ഇല്ല വരുമെന്നും ഇങ്ങനെ സമ്മാനം കിട്ടും തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ല എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കിട്ടിയപ്പോ എന്ത് തോന്നി? സന്തോഷം കിട്ടിയപ്പോ കുട്ടികൾക്ക് നല്ല സന്തോഷായി. അപ്പോ ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് കൊടുത്തേ എല്ലാരും. ഹാപ്പി ആ ഒരു ജീവനോട് കൂടി ഹാപ്പി ഓണം കൊടുത്തേ. അപ്പൊ അതേ കണ്ടോ, അതേ അവിടെ അവിടെ രണ്ടുപേര് നിക്കാണ്. അവരുടെ അടുത്തേക്ക് ഐ നമസ്കാരം ഉണ്ട്. എന്താ പേര്? ഇവാൻ എവിടെന്ന് വരണേ? ഇവിടെ തൃശ്ശൂര് തൃശ്ശൂര് മറ്റാമ്പുറം. എന്താ പേര്? ജിനുഷ, വൈഗ, ശിവകീർത്ത, ഫിദ, ദിൽകാസ്, ഷെറിൻ, ആൻലിയ, ആഗ്നസ്, ജന്ന. അപ്പൊ എവിടെ വരെയായി എല്ലാവരുടെയും ഓണാഘോഷമൊക്കെ? എവിടെ വരെയായി? ആഘോഷിച്ച് തുടങ്ങിയിരിക്കുന്നു. അടിപൊളി ഓണം. അടിപൊളി ഓണാണ്. ഓണക്കോടിയൊക്കെ വാങ്ങിയോ? വാങ്ങിയിട്ടില്ല, വാങ്ങണം. ഇനിയിപ്പോ എന്നാ സമയം ആവാറായി. തിരുവോണത്തിന്റെ തലേന്ന് വാങ്ങും. തിരുവോണത്തിന്റെ തലേദിവസം വാങ്ങും. എന്താ ഈ ഓണത്തിന്റെ ഒരുക്കം അവിടെയൊക്കെ എങ്ങനെ? ഒരുക്കങ്ങളൊക്കെ നന്നായി പോണു. ഞങ്ങൾ തൃപ്രയാർന്നാണ് വരുന്നത്. ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഓണാഘോഷമൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. വടംവലിയും മത്സരങ്ങളൊക്കെ, സ്പൂൺ റേസ്, ചാക്കുചാട്ടൊക്കെ ആയിരുന്നു. സമ്മാനം കിട്ടിയോ? എല്ലാത്തിനും പങ്കെടുത്തോ? ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടി. എന്തിനാ പങ്കെടുത്തേ? ഞങ്ങള് കുപ്പിയിൽ വെള്ളം നിറക്കല്. കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ വേഗത്തിൽ പോയി കുപ്പിയിൽ വെള്ളം നിറച്ചോ? പിന്നെ തീറ്റ മത്സരം. തീറ്റ മത്സരം. അതെ, എന്ത് തീറ്റയാണ്? അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, റസ്കാണ്. റസ്ക്. ആരാ സമ്മാനം കാണിച്ചേ? സെക്കൻഡ് എനിക്കായിരുന്നു. സെക്കൻഡ് കിട്ടിയ ആളാണ്. അല്ലേലും എങ്ങനെ ഇത് റസ്കിനോട് ഭയങ്കര ഇഷ്ടമാണോ? അങ്ങനെയൊന്നും ഇല്ല. നമ്മള് സമ്മാനം കിട്ടണം എന്നുള്ള വാശിയില് നമ്മുടെ ഈ തൊണ്ണൊക്കെ പൊട്ടു റസ്ക് തിന്നുമ്പോ. നല്ലൊരു രസമാണ്. നമ്മള് നമ്മളിങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് ഒരു സന്തോഷം കിട്ടുന്നത്. അതെ തീർച്ചയായിട്ടും. പാട്ട് പാടാൻ അറിയോ? എല്ലാരും പാടണം. പാട്ടുകാരുടെ അടുത്ത് വന്നിട്ട് പാട്ട് പാടാൻ അറിയണം. അപ്പൊ നമ്മ ഒരു പാട്ട് കേക്കട്ടെ, പഠിക്കോ? ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവി നിന്നെ തഴുകാനായി കുളിർ കാറ്റി കുഞ്ഞിക്കൈകൾ. ഓണവില്ലിലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും. പൂവിളിയെ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദാവനി തിരുവോണമേ വരികില്ലേ നീ. എന്താ രസം. അപ്പോ തീറ്റ മത്സരത്തിന് പങ്കെടുത്ത സമ്മാനം മേടിച്ച ആള് പാട്ടുകാരിയാണ്. എന്താ ചെയ്യണേ? ഞാന് ട്യൂഷൻ എടുക്കണോ, ടീച്ചറാണ്. ടീച്ചറാണ്. ഏത് സ്കൂളിലെ? പെരുങ്ങോട്ടുകാർ സെറാഫിക്കില്. എത്രാം ക്ലാസ്സിലാണ് പഠിപ്പിക്കണേ? ഞാൻ LKG ടീച്ചറാണ്. അപ്പോ നമ്മുടെ ആ വിദ്യാലയത്തിലെ മറ്റുള്ള ടീച്ചർമാരൊക്കെ കണ്ടോളൂ കേട്ടോ. ആളൊരു പുലിയാണ്. ഇനിയിപ്പോ തീറ്റ മത്സരമൊക്കെ അവിടെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ 1ാം സ്ഥാനം കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോ മറക്കണ്ട. നമ്മുടെ മന്നിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പള്ളിക്കുളം റോഡിലുള്ള മന്നിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് ഓണക്കോടി അങ്ങോട്ട് കൊടുക്കുകയാണത്. തീറ്റ മത്സരത്തിൽ 2ാം സ്ഥാനവും പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനവും ഇപ്പൊ ലഭിച്ചിരിക്കുകയാണ്. സന്തോഷായോ? സന്തോഷായി. എന്താ ഒരു പേടിച്ചു വെക്കണേ? സമ്മാനം അടിച്ചപ്പോ സന്തോഷായോ? ഹാപ്പി ഓണം കൊടുത്തേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ അതെ ഇവിടെ കുറച്ച് പേരിങ്ങനെ കാത്തു വെക്കുന്നുണ്ട്. മലയാളി ഹിന്ദി ഓണം മേരാ ഹിന്ദി കർദോ ദേർദോ മെർദോ ആയി. നമ്മള് സിനിമയിലൊക്കെ അഭിനയിച്ചു തുടങ്ങി. എന്താ പറയാ, റോട്ടിൽ കൂടെ പോണ മാവേലിനെ പിടിച്ചിട്ട് അഭിനയിപ്പിക്കുക. കണ്ടോ? അയ്യോ, ഇതൊക്കെ ആരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാ പിടിക്കും. അപ്പൊ നാം പ്രിയ. പ്രിയനാമാണ്. ഇങ്ങനെ തിരിഞ്ഞേക്ക. ഓ തൊടസ മലയാളം കുറച്ചൊക്കെ അറിയാന്ന്.
എവിടെയാണ് സ്ഥലം? സ്ഥലം ഒറീസ. ഇവിടെ കേരളാവില് കേരള സുഖമാണ്. കേരള ഓണം ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ നന്നായിരിക്കും. നന്നായിരിക്കും. ഇത് ആരാണ്? എന്റെ സിസ്റ്ററാണ്. സിസ്റ്ററാണ്. പേര്? പേര് പ്രിയ. പ്രിയ, ഒരു പാട്ട് നോമിന് കേൾക്കണം. ഒരു ഗാന. ഒരു സോങ് ഒരു 2 വരി സോങ് അങ്ങോട്ട് പാടാൻ പറഞ്ഞു സിസ്റ്ററോട്. ഇവരിപ്പോ എന്താവോ പറയണത്? പാട്ട് പാടാന്നാണോ പാട്ട് പാടില്ല എന്നാണോ? ആരെങ്കിലും ഹിന്ദി അറിയണ ആരെങ്കിലും? ഹിന്ദി മാലും ഇല്ല. എന്റെ അവസ്ഥ തന്നെയാ. बोलो അവര് പൊട്ടിക്കറിയ അതിലും വലിയ കരച്ചിലാണെന്ന്. അപ്പോ ഒരു സിസ്റ്റർ ഡാൻസ്. ഡാൻസ് ആയേ ഡാൻസ് ഡാൻസ് ഒരു സോങ് രേഖോ സോങ് നമസ്കാരമുണ്ട്. സഞ്ചിയില് ഓണത്തിനുള്ള സാധനമൊക്കെ വാങ്ങി തോന്നുന്നു. എന്താക്കെയാണ് അതിനുള്ളില്? ഡ്രസ് ഇതാ ഇവിടെ എല്ലാം വാങ്ങിയോ? എവിടെന്നാ പറഞ്ഞേ? തൃശ്ശൂർ തന്നെ. തൃശ്ശൂർ സ്ഥലം എവിടെയാ? പുല്ലരി. പേര്? ജയശ്രീ. പേരെന്താണോ? അദൃശ്യ. അദൃശ്യ. അദ്വൈത്. അദിതി. രഹന. അപ്പൊ എങ്ങനെയുണ്ട്? പേര് പറഞ്ഞടാ. അനിരുദ്ധ്. എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒരുക്കം എവിടം വരെ? എന്തൊക്കെയാണ് ഈ പ്രാവശ്യത്തെ പരിപാടികള്? അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. സാധാരണ പോലെ തന്നെ ഡ്രസ്സ് എടുക്കുക, ഇനിയിപ്പോ പുലിക്കളി കാണണം, അത്ര തന്നെ. ഓണത്തിന് വല്ല ടൂറൊക്കെ പോണ്ടോ? ഇല്ല. വീട്ടിലാരൊക്കെ ഉള്ളേ? വീട്ടില് ഞങ്ങൾ തന്നെയുള്ളൂ. അപ്പോ ഇതിലാരാ ഒരു പാട്ട് പാടി തന്നെ? നല്ലൊരു പാട്ട് ഇല്ല. പാടണില്ലാന്ന്. അപ്പൊ ചേച്ചി നല്ലൊരു പാട്ട്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയും മോഹം തമ്മിൽ മുത്തായി മാറും. നന്നായിട്ടുണ്ട്. പാട്ട് പഠിക്കണ്ടോ? ഇല്ല. എന്നാലും സന്തോഷമുണ്ട്. കാരണം എന്താ, ഇങ്ങനെയാണ് നമ്മൾ പാടാനൊക്കെ പറയുമ്പോൾ ആ പാട്ടിനൊപ്പം അവരങ്ങോട്ട് വരുന്നു പാടുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമാണ് നോമ്പന്. അപ്പൊ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കാട്ടോ. അപ്പോൾ അതേ ഇവിടെ കുറച്ച് ആളുകൾ ഇതേ വേറെ ഇരിക്കണോ. തലയിൽ വലിയ എന്താ പേര്? ദിയ. എവിടെ സ്ഥലം? അത്താണി. എന്താ പേര്? ഭാനുപ്രിയ. എന്താ പേര്? ഭവിൻ. ഇവര് ആദ്യം പരിചയപ്പെട്ടു. എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒരുക്കം? ഒരുക്കങ്ങൾ പോണു. ഡ്രസ്സൊക്കെ എടുത്തോ? ഡ്രസ്സൊക്കെ എടുത്തു. ഇനി എന്താ പരിപാടി എന്ന് ചോദിക്കട്ടെ? ഓണത്തിന്റെ അന്ന് രാവിലെ തൊട്ട് എന്താ പരിപാടി? പാചകമൊക്കെ എപ്പോഴാ? കറികളൊക്കെ രാവിലെ നേരത്തെ 5 മണിക്ക് തുടങ്ങും. പിന്നെ ഭക്ഷണം കഴിക്കും. അതന്നെ. എന്നിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങും. എന്നിട്ട് വീണ്ടും എണീക്കും, കുറച്ച് ഭക്ഷണം കഴിക്കും, പിന്നെ 2 ഗ്ലാസ് പായസം കഴിക്കും. ഓഫ് ആവും. കഴിഞ്ഞു. ഓണം കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം എങ്ങനെയാ ഹാങ് ഓവർ? നമുക്ക് ചിക്കൻ മേടിക്കാറുണ്ടോ? പിറ്റേ ദിവസം എങ്ങനെ? നോണാണോ? നോൺ വാങ്ങിക്കാറുണ്ട്. പറ്റില്ല അത്രേ. വീട്ടിലായിരിക്കുള്ളേ? വീട്ടിൽ ഞങ്ങൾ മാത്രം, അമ്മയും പിള്ളേരും ഞാനും മാത്രം. ഹസ്ബൻഡ് പുറത്താണ്. ആളെവിടെയാ? ഗൾഫില്, സൗദിയിലാണ്. ഹായ് കൊടുത്തേ. ഹായ്. കൈയൊക്കെ ഭയങ്കരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒന്ന് കാണിച്ചു കൊടുത്തേ പ്രേക്ഷകർക്ക്. കണ്ടോ? രണ്ടുപേരുടെ കൈയൊക്കെ ആരത്? ഇതിന്റെ പരിപാടികളൊക്കെ എന്റെ കലാപരിപാടി തന്നെയാ. സ്വന്തം കലാപരിപാടിയാണ്. അതെ. പരീക്ഷണം കൈ തന്നെ. അതെ. അപ്പൊ പാട്ടൊക്കെ പാടാൻ അറിയോ? പാട്ട് പാടില്ല. സന്തോഷം കേട്ടോ. ഹരേ ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറയുമ്പോൾ ഹാപ്പി ഓണം. അപ്പൊ പറഞ്ഞോളൂ. നമസ്കാരമുണ്ട്. എവിടെന്നാ സ്ഥലം? ഇവിടെ തൃശ്ശൂർ തന്നെ. ഓണം ഇവിടം വരെ? ഓണൊക്കെ ഇവിടം വരെ. അതിന്റെ സന്തോഷാണ്. ഉഷാറായിട്ട് പോണു. ഹാപ്പി ഓണം. അപ്പോ നാം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഫൺ വിത്ത് മാവേലി, മന്നിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഫൺ വിത്ത് മാവേലി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഒരുപാട് ആളുകളൊക്കെ അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അവരുടെ അടുത്തേക്ക് നോമങ്ങനെ പോവാണ്. നമസ്കാരമുണ്ട്. നോം ഇപ്പോ ഒരു ഹാപ്പി ഓണം കൊടുത്തേ. ഹാപ്പി ഓണം. എവിടം വരെ ആയി ഓണം? പഠിക്കുവരായിരിക്കും. ഞാൻ കേറിയാ മതി. അതെ. എന്താ പേര്? റസീന. എവിടെ സ്ഥലം? വാടാനപ്പള്ളി.
പേരെന്താണാവോ? സിനൻ. ആ റമീസ. ആയിഷ. 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 സിയ. സിയ. അപ്പോ ഈ പ്രാവശ്യം എങ്ങനെ ഓണത്തിന്റെ പരിപാടി, ടൂറൊക്കെ വല്ല പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പ്ലാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യണം. ദിവസം ഉണ്ടല്ലോ ഇനി. അധികം ദിവസമൊന്നും ഇല്ല കേട്ടോ, പടിവാളത്തിലേക്ക് എത്തി. വെള്ളിയാഴ്ചയാണ്, അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ടൂർ പ്ലാൻ ചെയ്യും. ഓണക്കോടിയൊക്കെ വാങ്ങിയോ? വാങ്ങിയിട്ടില്ല, വാങ്ങണം. ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ്. അത് ഇങ്ങനെ കുട്ടികളായിട്ട് ഇതിലേക്ക് കറങ്ങാൻ വരാറുണ്ടോ? ഇടക്ക് വരാറുണ്ട്. ഇപ്പൊ ഇന്ന് ഫ്രീ ആയപ്പോ പോന്നുള്ളൂ. ഇടയ്ക്ക് വരാറുണ്ട്. ഇടയ്ക്ക് വരണല്ല, ഇടയ്ക്ക് വരണം. ഇവർക്കൊക്കെ കളിക്കാനും ചിരിക്കാനും കിട്ടുന്ന അവസരങ്ങളല്ലേ. എന്താ മിണ്ടാണ്ടിരിക്കണേ? ഇതാരാ ഒരു പാട്ട് പാടി തരാ? മോള് പാടുന്നു. ആരാണ് തീരുമാനിച്ചോ? നല്ലൊരു പാട്ടോട് പാടിക്കോ, പാട്ടുകാരനല്ലേ? അപ്പൊ കൊറേ നോമങ്ങ് നിർബന്ധിച്ചു. അപ്പൊ അവന് നാണൊക്കെ മാറി വരുമ്പോ ഒരു പാട്ട് കേൾക്കാം അല്ലേ? അപ്പൊ നോമ അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാൻ പറ്റിയും കാണാം. ഹാപ്പി ഓണം കൊടുത്തേ. അപ്പൊ ഹാപ്പി ഓണം കേട്ടോ. ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. പടിവാതിക്കലെത്തിയ ഓണത്തെ അങ്ങോട്ട് അകത്തിട്ട് കയറ്റിക്കോളൂ കേട്ടോ. അപ്പൊ ഹാപ്പി ഓണം. അപ്പോ അതാ ഇവിടെ അയ്യോ ഇതൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ കളിക്കാനും ചിരിക്കാനും നോമിന് തോന്നുന്നുണ്ട്. പക്ഷേ നോം കേറിയിട്ടിരുന്ന് ഞെങ്ങാനും ഒടിഞ്ഞു പോയി കഴിഞ്ഞാലേ പാതാളത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എന്താ പേര്? ആദിലക്ഷ്മി. എവിടെ പഠിക്കണേ? മണലൂര്. ആ ഇവിടെ അടുത്ത ആളുടെ പേര് കേട്ടെ. പേരെന്താ? ഹൃദിക. എവിടെ സ്ഥലം? പോട്ടൂര്. പോട്ടൂരിന്നാണ് വരുന്നത്. പോട്ടൂരിന്ന് തന്നെ ആളൊരു പാട്ട് പാടിക്കേ. അറിയോ? പാട്ട് പാടാൻ അറിയോ? ആ സാരിയില്ല, പോട്ടൂരിന്ന് തന്നെ ആൾക്ക് പാട്ട് പാടാൻ അറിയില്ല. അപ്പോ അതെ രണ്ടുപേരും ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. എന്താ ഈ ഓണം? ഉഷാറായി പോന്നു. ഓണക്കോടിയൊക്കെ വാങ്ങിയോ? ഓണക്കോടി വാങ്ങിച്ചു. ഇനി അടുത്ത പരിപാടി എന്താ? അടുത്തെന്താ, ഇനി വീട്ടിൽ പോകണം. വേറൊരു പരിപാടി ഇല്ല. ഓണസദ്യ. എവിടെ സ്ഥലം? ഞങ്ങൾ കാഞ്ഞാണി. പേര്? സുധീഷ്. സ്മിത. നിശാന്ത്. എന്ത് ചെയ്യണേ? ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യും. ടീച്ചറാണോ? ആ ഈ ടീച്ചറാണ്. അപ്പോ എന്തായാലും ടീച്ചറോട് ചോദിക്കാലോ, എങ്ങനെയുണ്ട് സ്കൂളിലെ ഓണാഘോഷമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾക്ക് ഓണാഘോഷം നാളെയാണ്, അപ്പൊ ഞാൻ അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണ്. ടീച്ചർ ഏതാണ് എടുക്കണത്? മലയാളമാണോ? സംസ്കൃതം. സംസ്കൃതത്തിൽ ഓണം വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞേ. ഓണം അതീവ മഹത്തരമസ്തി അഥവാ സുന്ദരമസ്തി. എന്താ ചെയ്യണവോ? ഞാൻ ഡിസൈനറാ. ഇവിടെ നാട്ടിൽ തന്നെയാണോ? നാട്ടിൽ തന്നെ. വീട്ടിലെങ്ങനെയാ ഈ പ്രാവശ്യം ഓണത്തിന്റെ അന്ന് എങ്ങനെയാ പരിപാടി? പുറത്തു വല്ല കറങ്ങാനാണോ? ഇല്ല, വീട്ടിലെല്ലാവരും കൂടി ഓണാഘോഷിക്കുന്നു. ഉണ്ട്, അപ്പൊ എല്ലാവരും കൂടിയിട്ട് അവിടെ ഓണസദ്യ. ശരിക്കും വീട് എവിടെയാണ് നിങ്ങളുടെ? കാഞ്ഞാണി. തന്നെയാണ്. അപ്പോ സന്തോഷമുണ്ട്. ഇതിലാരാ ഒരു പാട്ട് പാടി തരാ? അയ്യോ പാട്ട് ഹെൽമെറ്റ് പോയിട്ടോ, എടുക്കാം. വന്നിട്ട് മാവേലി വന്നിട്ട് മാവേലി പായസം മാറണ്ടേ കട്ടിട്ട് പായസം മാവേലി ആറണ്ടേ മാവേലി വന്നേ മാവേലി പോണേ താങ്ക് യു. മാവേലി വന്നോളൂ, മാവേലി പോറായിട്ടില്ല. മാവേലിനെ അങ്ങനെ ഓടിച്ചു കളയാൻ നിൽക്കണ്ട കേട്ടോ. സന്തോഷമായോ? ഓക്കെ. ഇവിടെ ഫൺ വിത്ത് മാവേലി എന്ന് പറഞ്ഞ പരിപാടിയാണ്. നമ്മള് ബഹുമാനിക്കണ്ടേ? അത് സാരമൊന്നുമില്ല. എന്തായാലും സന്തോഷം. ജീവിതം എങ്ങനെയാണ്, സന്തോഷിച്ചു പോവാ. അപ്പോ ടീച്ചർ ഒരു പാട്ട് പാടി തന്നേ. ടീച്ചർക്ക് സംസ്കൃതത്തില് സ്ലോങ് ആയാലും മതി, ഒന്ന് കേൾക്കട്ടെ. നമുക്കൊരു ആഗ്രഹം, സംസ്കൃതത്തിൽ ഒരു സ്ലോങ് കേൾക്കാൻ ഒരു ആഗ്രഹം. സംസ്കൃതത്തില് ശ്ലോകങ്ങൾ എന്തായാലും മതി. ഒരു കവിതയൊക്കെ പഠിപ്പിക്കണല്ലേ രണ്ടുപേര്? എനിക്കൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പഠിക്കോ. ശ്ലോകം ഞാൻ പാടണ. എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ പ്രേക്ഷകരതൊക്കെ കാത്തിരിക്കല്ലേ ഇതുപോലുള്ള ടീച്ചർമാരെയൊക്കെ കിട്ടുമ്പോ അവര് വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കും. പിന്നെ ഇത് നാളെ ടീച്ചർ സ്കൂളിൽ വലിയ ആളാവും. ഇതാരാത്? ടീച്ചറെ കണ്ടോ? ടീച്ചർ അതേ കണ്ടോ? TV-ലൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ പലരും വരും. അറിയുന്നേ ഒരു ശ്ലോകം, അത് ചെറിയതാ, ഒരു വരിയോ കവിതയോ എന്തായാലും സംസ്കൃതത്തിലെ. സംസ്കൃതം ടീച്ചറല്ലേ? അല്ല, ഞാനൊരു സുഭാഷിതം ചൊല്ലാൻ വെച്ചിട്ട്. അപ്പൊ അതൊരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് പുരാണങ്ങളിലൊക്കെ പറയുമ്പോഴേ വ്യാസൻ പറയാറുണ്ട്, നമ്മളുടെ ഒരു 2 വാക്കുകളാണ് മെയിനായിട്ട് പറയാറ്. പരോപകാര പുണ്യായ പാപായ പരപീഡനം. അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാര പുണ്യായ പാപായ പരപീഡനം. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് പുണ്യമായ കാര്യം. മറ്റുള്ളവരെ തെറ്റ് കണ്ടുപിടിച്ച് അവരെ ദ്രോഹിക്കുക എന്നുള്ളത് പാപവുമാണെന്നാണ് പറയുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാവുന്നതും ഏറ്റവും വലിയ കാര്യമാണ്. അബലിയുടെ ദൗത്യം അതായിരുന്നല്ലോ. അതുകൊണ്ട് നോമ്പ് വന്നപ്പോ സന്തോഷമായോ? ഓ സന്തോഷം. ഹാപ്പി ഓണം കൊടുത്തേ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണാശംസകൾ. അപ്പൊ ഹാപ്പി ഓണം കേട്ടോ. സന്തോഷം.
അപ്പോ സംസ്കൃതം ടീച്ചറെയാണ് കണ്ടത്. ഇനിയിപ്പോ അടുത്ത ടീച്ചർ ആരാണോ കാണാൻ പോണത്? എന്തായാലും കണ്ടിട്ട് എന്റെ കാര്യമുള്ളൂ, കറങ്ങ തന്നെ. നമസ്കാരമുണ്ട്. ദാ കുറെ ആളുകൾ ഇങ്ങനെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. അവരോടൊന്ന് ചോദിക്കട്ടെ, എന്താ പേര്? സരിഗ സരിഗ സരിക. പേര് ഹരിചന്ദന. ഹരിചന്ദന. ഒരു പാട്ടുണ്ടല്ലോ അങ്ങനെ. ഏതാ പാട്ട് അറിയോ? അത് പഠിക്കുക രണ്ടുപേര്. ഹരിചന്ദന മലരിൽ അതെനിക്കറിയില്ല. വരികൾ പറഞ്ഞാ മതി. അതും അറിയില്ല. അറിയുള്ളൂ. അത് കേട്ടിട്ടാണോ പേരിട്ടാണോ? അതറിയില്ല. അത് കേട്ടിട്ടാണോ പേരിട്ടെ? അല്ലല്ല അല്ല, ഇതിന്റെ അർത്ഥം എന്താ? ഹരിചന്ദനം വിഷ്ണുവിന്റെ നെറ്റിയിൽ തൊടുന്ന ചന്ദനം. അത് ഇങ്ങോട്ട് ഈ പേരങ്ങോട്ട് ആക്കിയില്ലേ? തിരുവോണം നാളാണ്. അപ്പൊ പിന്നെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാം. പേര് ഭദ്ര. എത്രയിലാ പഠിക്കണേ? 9th. ഇഷഗോപാൽ ആ, 1 ഒന്നിലായിട്ടുള്ളൂ. സ്നിജ. എന്താ ചെയ്യണേ? ചെയ്യണൊന്നും ചെയ്യില്ല. ഒന്നും ചെയ്യണില്ല. അങ്ങനെ പോണു. അംഗനവാടി പോണ്ടോ? ആ, പ്രസീത. എന്താ ചെയ്യണേ? വീട്ടിൽ തന്നെ മതി. വീട്ടിൽ ഇരിക്കാൻ പറ്റുണ്ടല്ലോ, അതിന് വലിയ കാര്യം അല്ലേ? അതല്ലേ ഇന്നത്തെ കാലത്തെ. ഇങ്ങോട്ട് നിക്ക, ഓടിപ്പോടും. എന്തായി, ഓണക്കോടി വാങ്ങിയോ? ഏയ് പോണം. എന്ന് പോണം? നാളെ മറ്റന്നാളായിട്ട് പോകും. അതെ, ഓണക്കോടി വാങ്ങി കൊടുക്കണല്ലേ? പിന്നെ ഓണത്തിന് എന്താ പരിപാടി? എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങള്, കാര്യങ്ങളൊന്ന് കേക്കട്ടെ. ഓണത്തിന് സാധാരണ നമ്മുടെ വീട്ടില് സദ്യ, ഒരു ഔട്ടിങ്. അത് എങ്ങോട്ടാ പോവാറ് ഭക്ഷണം കഴിച്ചിട്ട്? സ്നേഹതീരം. അത് വിട്ട് അത് തൊട്ടടുത്താണോ? അത് നാട്ടിലെ ആ പ്രദേശങ്ങളില് ഓണക്കളികൾ അങ്ങനെ കാണാൻ പോറുണ്ടോ? പിന്നെ അവിടെ തിരുവാതിര, വടംവലി, കളികളൊക്കെ ഉണ്ട്. അപ്പോ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു അല്ലേ? ഞാൻ ആരാ രണ്ടുപേരും പാട്ട് പാടി തരണേ? പാടിക്കോളോ. ഒരു മല മാമല ഭൂമല മല മേല മണിത്തത്ത ആടുന്നു പാടുന്നു കഥ പറയുന്നു മണിത്തത്ത രണ്ടാം മല മാമല ഭൂമല മല മേല മണിത്തത്ത ആടുന്നു പാടുന്നു കഥ പറയുന്നു മണിത്തത്ത രണ്ടാം മല മാമല ഭൂമല മല മേല മണിത്തത്ത ആടുന്നു പാടുന്നു കഥ പറയുന്നു മണിത്തത്ത മൂന്നാം മല മാമല ഭൂമല മല മേല മണിത്തത്ത ആടുന്നു പാടുന്നു കഥ പറയുന്നു മണിത്തത്ത നാലാം മല മാമല ഭൂമല മല മേല മണിത്തത്ത ആടുന്നു പാടുന്നു കഥ പറയുന്നു മണിത്തത്ത അഞ്ചാം മേലൊരു മണിത്തത്ത ആടുന്നു പാടുന്നു. അങ്ങനെ നമുക്ക് 10 വരെ അങ്ങോട്ട് പോവാം അല്ലേ? അതാണ് 1 തൊട്ട് 10 വരെ പഠിക്കാനുള്ള മാർഗം. അപ്പോൾ സന്തോഷായി. അപ്പോൾ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന 1 മുതൽ 10 വരെ നോമിന് പഠിപ്പിച്ച പേര് പറഞ്ഞുപോയി. വിശ്വഗോപാലാണ് നോമിനെ പഠിപ്പിച്ചിരിക്കുന്നത്. 1 മുതൽ 10 വരെ പഠിച്ചിട്ടാണ് പാതാളത്തിലേക്ക് പോണത് നോം. അപ്പോൾ പഠിപ്പിച്ച അധ്യാപകന് മാഷിനൊരു സമ്മാനം നോമങ്ങ് തരികയാണ്. TCBയുടെ ഫൺ വിത്ത് മാവേലിയിലെ ദാ കണ്ടില്ലേ, പള്ളിക്കുളം റോഡിലുള്ള, തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടിയാണ് അങ്ങോട്ട് മാഷിന് കൊടുക്കാൻ പോണേ. മാഷിന് സന്തോഷമായോ? സന്തോഷമായിന്ന്. എന്തായാലും പിടിക്കേ. അപ്പൊ സന്തോഷമായോ? സന്തോഷമായി. ഇങ്ങനെ പ്രതീക്ഷിച്ചോ? ഇല്ല. ഇതല്ലേ ഏറ്റവും ഒരു ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാം. ഈ ഫോട്ടോ എടുക്കാന്ന്. അവിടെ ഫോട്ടോ എടുക്കാം. എത്രയല്ല പഠിക്കണേ? 10. ഈ പ്രാവശ്യം 10ലാണോ? പാസ്സാവോ? നന്നായിട്ട് പഠിക്കണ്ടോ? ഇതൊക്കെ പഠിച്ചോളണം. അപ്പൊ ഒരു ഹാപ്പി ഓണം പ്രത്യേകം എല്ലാരും. നോമ ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. കാരണം എന്തൊരു രസമായിട്ടാണ് നോമിനോട് ആളുകൾ ഇങ്ങനെ കളിച്ചും ചിരിച്ചും സംസാരിച്ചൊക്കെ ഓണവിശേഷങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അവിടെ തന്നെ ഇരിക്കുക. എന്താണെന്നറിയോ, നോമ ഒന്ന് ഇരിക്കട്ടെ. നടുവിന് നല്ല വേദന. നടന്ന് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരാം. അപ്പോൾ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് പ്രസന്റ്. ഇംഗ്ലീഷൊക്കെ പഠിച്ചു. ഫൺ വിത്ത് മാവേലിയിലെ ഒരു ഇടവേള. മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട്
സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മലയാളം, അയ്യോ ഒറീസ, ഹിന്ദി, തോടാസ മലയാളം, മാലുമേ രക്ഷപ്പെട്ടു. ഇന്ന് കംപ്ലീറ്റ് ഒറീസക്കാരാ. ഇനി ഇവരിപ്പോ എന്താണോ നോമിനെ കൊണ്ട് ചെയ്യിക്കാന്നറിയില്ല. ആദ്യം ഒരാൾ വന്നിട്ട് ഡാൻസ് ഒരാൾ കളിപ്പിച്ചു നോമിനെ കൊണ്ട്. പേര് മാലതി. ഒറീസ, പ്രിയ. ഒറീസ. ഉഷ, ഒഡീഷ. നോമ എങ്ങനെയുണ്ട്? സൂപ്പർ ഉണ്ട്. എന്താ രസമായിട്ട് മലയാളം പറയണ, സന്തോഷായി. നോമിനും ഭയങ്കര സന്തോഷായിട്ടോ. കാരണം ഇങ്ങനെ മലയാളിയുടെ നാട്ടില് വന്ന് ഒറീസക്കാരിങ്ങനെ മലയാളി എത്ര നാളായി ഇവിടെ കേരളാവില്? 5 മാസമായി. 5 മാസമായിപ്പോ മലയാളം പഠിച്ചോ? അപ്പൊ ഒരു മലയാളത്തിൽ തന്നെ പിടിച്ചങ്ങോട്ട് കല്യാണം കഴിക്കാൻ വളർന്നോ? വേണ്ട. അതെന്താ അങ്ങനെ പറയണേ? ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക, അതെന്താ അങ്ങനെ പറയണേ? പേര് മാലതി. മാലതി മലയാളം 5 മാസം കൊണ്ട് ഇങ്ങോട്ട് നീക്ക 5 മാസം കൊണ്ട് മലയാളം പറയാൻ പഠിച്ചു. അപ്പോ 5 മാസം കൂടെ കഴിയുമ്പോ മലയാളിയായി ഒരുത്തരെ പിടിച്ച കല്യാണം കഴിക്കുക. വേണ്ടല്ലോ. വേണ്ട, എന്താ അങ്ങനെ പറയണേ? എന്താ അത് പറ്റിയേ? ഒന്നുമില്ല. അവിടെ ഒറീസയിൽ ആളുണ്ടോ? വെറുതെ അല്ല, അങ്ങനെ ഇവിടെ 2 കല്യാണം കഴിക്കണ്ട. ഈ നിക്ക സംസാരിക്കട്ടെ. വേറെ എന്നാ വിശേഷങ്ങള്? ഒന്നുമില്ല. നാട്ടില് എങ്ങനെ പോകുന്നുണ്ടോ? ഇപ്പൊ പോവില്ല. ഇവിടെ എന്താ ചെയ്യണ? ഇവിടെ കേരളത്തിലെ ഇവിടെ ജോലി ചെയ്യാം. എന്ത് ജോലിയാ? ഇങ്ങനെ ഫാമിലിയില് നിന്നിട്ട് ജോലി. എങ്ങനെയാ, സന്തോഷാണോ? സന്തോഷം. ജോലിയൊക്കെ സന്തോഷാണോ? സന്തോഷാണ്. അവിടെ നാട്ടിൽ ആരൊക്കെയുള്ളേ? എന്റെ അമ്മ, അച്ഛ, ചേച്ചി, ചേട്ട, പിന്നെ ഞാന്. എങ്ങനെ ഈ മലയാളമൊക്കെ പഠിച്ചു? ഞാൻ പഠിച്ചങ്ങനെ വീട്ടില് എല്ലാവർക്കും സംസാരിച്ച് കേട്ടിട്ട് മനസ്സിലായപ്പോ അങ്ങനെ ഒരു കാര്യം പറയട്ടെ, മലയാളം അങ്ങനെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റില്ല എന്നാ പറയണേ. എനിക്ക് പറ്റൂ, മാലതിക്ക് പറ്റും. അപ്പൊ മാലതിക്ക് കൺഗ്രാറ്റുലേഷൻ ഞാൻ കൊടുക്കുവാണ്. നോമിനൊരു സന്തോഷമായി. കാരണം ഒരു എന്തായാലും മലയാളം എവിടെ ഒരാളെവിടെ പോയി? ഇങ്ങോട്ട് വരിക. അയ്യേ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലോടോ. അവർക്ക് മലയാളം അറിയില്ല. എന്നാ പിന്നെ ഒറീസയിൽ പറഞ്ഞു കൊടുക്ക്. മതിയില്ല, പോരാ, ഇങ്ങോട്ട് വാ. മലയാളത്തിൽ അറിയുന്ന 2 വരി ഒന്ന് പാടിക്കേ. മലയാളി. മാവേലി നാട്. മാവേലി നാട് പഠിപ്പിച്ചു തരാൻ പാട്. മാവേലി അറിയില്ല എനിക്ക്. പറഞ്ഞ മാവേലി നാട് വാണിടും കാലം. പാട്. മാവേലി നാട് വാണിടും കാലം. ഒരു വരി പഠിച്ചോ? ഒന്ന് പഠിക്കേ. മാവേലി. അപ്പൊ എന്തായാലും ഇത് ഹിന്ദിയിലെ ഒരു പാട്ട് അടുത്തേക്കാ. ഹിന്ദിയിലൊരു പാട്ട് നമ്മുടെ ഗിഫ്റ്റ് തരും. ഒരു ഗിഫ്റ്റ് ആയേ. ഹിന്ദിയിലൊരു പാട്ട്. तू तो बदला नहीं है, मौसम जरा सा रूठा हुआ है. सैयारा तू तो बदला नहीं है, मौसम जरा सा रूठा हुआ है. മതി, സന്തോഷായിരിക്കണോ? അപ്പോ നോമൊരു കാര്യങ്ങൾ കാണിച്ചിട്ടേ, ഒറീസന്നാണ് ആ മാലതി വന്നിരിക്കുന്നത്. 5 മാസമായുള്ളൂ. എന്ത് രസമായിട്ടാ മലയാളിയിലേക്കെല്ലാം നന്നായിട്ട് മലയാളം സംസാരിക്കണത്. അപ്പൊ ഒരു കാര്യം സൂക്ഷിച്ചോ മലയാളികളെ, നിങ്ങളുടെ കാര്യം കട്ടാ പോക. സന്തോഷായോ? സന്തോഷായി. അപ്പോ TCVയിലെ ഫൺ വിത്ത് മാവേലിയിലെ ഏറ്റവും മികച്ച ഒരു അതിഥികളാണ് ഇപ്പോ നമ്മളെ പാട്ടൊക്കെ പാടി രസിപ്പിച്ചത്. പള്ളിക്കുളം റൂട്ടിലുള്ള മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടി മലയാളിയുടെ മനസ്സിലെ ഓണത്തിന്റെ ആ ഒരു സന്തോഷ മുഹൂർത്തങ്ങളിലേക്ക് ഒറീസയെന്ന് കടന്നു വന്ന മാലതിക്കും ടീമിനും അങ്ങോട്ട് കൊടുക്കാൻ പോകണം. ഒരുമിച്ച് സന്തോഷായോ? സന്തോഷായി. താങ്ക് യു.
സന്തോഷായ താങ്ക് യു. സന്തോഷായി താങ്ക് യു. സന്തോഷായി നോമിനും താങ്ക് യു. എന്താ സുന്ദരിക്കുട്ടിയുടെ പേര്? ശിവാനി ശിവാനി. എത്രയല്ല പഠിക്കണേ? 2 രണ്ടില്. എവിടെയാ പഠിക്കണേ? ഭാരത് മാതാ. കണ്ടോ എന്ത് രസമായിട്ടാ ശിവാനി നമ്മളോട് പറയണത്. അച്ഛന്റെ പേരെന്താണാവോ? സുബ്രഹ്മണ്യൻ. വല്യച്ഛനാണോ? അല്ല, മുത്തച്ഛൻ. മുത്തച്ഛൻ. എന്താ പേര്? ജലജ. അപ്പൊ ഈ കൊച്ചുകുളം കൊണ്ട് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണോ? അതെ. എന്തെങ്കിലും മേടിച്ചു തന്നോ അവര്? ഉം. എന്താ മേടിച്ചു തന്നേ? ഇപ്പൊന്നും പറയില്ല. അങ്ങനെ പറയണ്ട. ഒരു പാട്ട് പാടിക്കാന്ന് കേക്കട്ടെ. ചെമ്പഴുക്കാം തൊട്ടെടുത്ത് അമ്പലം പൂട്ടുന്നതാര്, ചെമ്പരത്തി കമ്പ് കൊണ്ട് അമ്പ് കുലയ്ക്കണതാര്, അങ്ങ് തൊട്ടി ഇങ്ങ് തൊട്ടി അക്കുത്തി കുത്തോട് മാരാ, പൂ വെളിച്ചം ചാരി വീണ് മാമല ഞാനൊന്ന് കണ്ടേ, ചെന്തമിഴിൻ തേൻ കുരിഞ്ഞ് പൂങ്കുയിൽ പാടുന്ന കേട്ടേ. സന്തോഷം. ചില്ലറക്കാരിയല്ല, നല്ല പാട്ടൊക്കെ പഠിക്കണ്ടോ? പഠിക്കണ്ടേ. എന്താ പേര്? എന്റെ പേര് സുബ്രഹ്മണ്യൻ. എങ്ങനെയാണ് ഓണത്തിന്റെ ഒരുക്കം എവിടെ വരെയായി? അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, കുഴപ്പമില്ല. എങ്ങനെ വീട്ടിലോ അടിപൊളി ആഘോഷമൊക്കെയാണോ? അതെ അതെ. അപ്പോ അടിപൊളി ഒരു പാട്ടാണ് നോമിന് പാടി തന്നേട്ടോ. എന്ത് രസമായിട്ടാ അവര് പാടിയത്. സന്തോഷമുണ്ട്. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോ സന്തോഷായി. സൂപ്പർ പാട്ട് കേട്ടോ. അപ്പോ ഡാൻസ് അറിയോ? സാരില്ല, ഒരാളോട് വേണമെന്ന്. നമസ്കാരമുണ്ട് നോമ. ഇതാരാ അത്? അങ്ങോട്ട് ഒപ്പമുള്ള ആളെന്താ മാറിയിക്കണേ? ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരിക. എന്നാ പിന്നെ നോമ അങ്ങോട്ട് പോയിട്ട് വരാം. എന്താ പേര്? അവരോട് സംസാരിക്കാം. എന്താ പേര്? നോമ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ അടുത്തല്ല വന്നിരിക്കണത്. അപ്പൊ നിങ്ങൾ സംസാരിക്കാ. പേരെന്താ? ജിത്തു. സ്ഥലം എവിടെയാ? അത്രേ ഉള്ളൂ. ചിത്തുവേട്ടന്റെ അടുത്തുനിന്ന് നമ്മള് ഇങ്ങോട്ട് വന്നു. എന്താ പേര്? സിന്ധു. സിന്ധു. വിജി. സന്ധ്യ. എവിടെ വരെയായി ഓണാഘോഷം? പാർക്ക് വരെയായി. അപ്പൊ ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് ഇനി എങ്ങോട്ടാ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ നടക്കാൻ അങ്ങട്. ഈ പ്രാവശ്യം ഓണത്തിന് വീട്ടിൽ എന്താ സ്പെഷ്യൽ? എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. പായസം ഞാൻ ചോദിച്ചേ. പായസം വെക്കാറന്നില്ല. അതെന്താ അങ്ങനെ? ഓർഡർ കൊടുക്കാവും. ഇപ്പൊ അങ്ങനെയാണല്ലോ. സദ്യയൊക്കെയോ? സദ്യ വെക്കും. സദ്യ വെക്കും. അതെന്തായാലും ഓർഡർ കൊടുക്കണില്ല. എന്താ ചെയ്യണേ? ഹൗസ് വൈഫാണ്. അപ്പോ നിങ്ങളാണ് ശരിക്കും ഓണത്തിന്റെ വീട്ടിലെ അണിയറ പ്രവർത്തകര്. അപ്പൊ എപ്പോ എണീക്കും തിരുവോണത്തിന്റെ അന്ന്? രാവിലെ 4 മണിക്ക്. അപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ എപ്പോ തീരും പരിപാടികളൊക്കെ? അത്യാവശ്യം 10 മണിയാകുമ്പോ. 10 മണിയാകുമ്പോ 2 തരം പായസമെങ്കിലും. പായസം വേറെ ആളാണല്ലോ. അപ്പൊ പിന്നെ അത് ചോദിക്കണ്ടേ? വീട്ടിലാണോ? കണ്ടു പഠിക്കേ. ഓർഡർ കൊടുക്കുമ്പോ ഓർക്കണം. വെക്കാറിയണ്ടേ? കൂട്ടുകാരിക്ക് പായസം വെച്ച് കൊടുക്കാറുന്നു. കണ്ടുപിടിക്ക. 4 മണിക്ക് കുളിച്ചിട്ട് അടുക്കള കയറിയിട്ട് 10 മണിയാകുമ്പോ 2 കൂട്ടം പായസം. 2 കൂട്ടം അല്ലേ? 2 കൂട്ടം പായസവും റെഡിയാക്കും. എത്ര പേര് കഴിക്കാൻ വരും? 10-15 ആളുണ്ടാവും. അപ്പൊ വലിയ കുടുംബമാണ്. ആരൊക്കെയുള്ളേ? അമ്മയുണ്ട്, അനിയന്മാരുണ്ട്, മരുമകളുണ്ട്, മകനുണ്ട്. ഈ ഓണം കഴിഞ്ഞിട്ട് പോകുമ്പോ എല്ലാം തരാറുണ്ടോ? ഒന്നും പ്രതീക്ഷിക്കാറൊന്നുമില്ല. അല്ല, ശരിക്കും പറഞ്ഞാല് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാരും ഒരുമിച്ച് കൂടുന്ന കിട്ടുന്ന സന്തോഷം അല്ലേ? അതെ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അല്ലേ? അതെ. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? അവിടെ എങ്ങനെയാ? 4 മണിക്കോ? 4 മണി 5 മണിക്കൊക്കെ ആയിരിക്കുള്ളൂ. 1 മണിക്കൂറൊന്ന് വൈകി. പിന്നെ ഞങ്ങൾ കുറച്ച് പേരുണ്ട് വീട്ടിലെ. അനിയത്തിമാര് മക്കള് അവരൊക്കെ കൂടിയിട്ട്. അവരൊക്കെ എന്താ ചെയ്യണേ? അവരൊക്കെ എന്റെ മക്കൾ ജോലിക്ക് പോണു, അനിയത്തിന്റെ മക്കൾ പഠിക്കണു. അവരൊക്കെ കൂടുവോ? എല്ലാവരും ഉണ്ടാവും. അപ്പൊ വീട്ടില് പിന്നെ ചോദിക്കണ്ട, എല്ലാം ഓർഡർ കൊടുത്ത മുന്നിൽ. ഓർഡർ പായസം മാത്രം. വീട്ടിലാരൊക്കെയുള്ളേ? വീട്ടില് ഞാൻ, ഹസ്ബൻഡ്, മക്കള്. അപ്പൊ ഒരു ഹാപ്പി ഓണം കൊടുത്തേ. ഹാപ്പി ഓണം. ഇതിലാരെങ്കിലും 2 പേര് പാട്ട് പഠിക്കുന്നത്? 2 പേര് പാട്ടെന്ന് നോമിനെ സന്തോഷത്തോടെ ഒരുമിച്ചങ്ങ് പാടിയാ മതി. മാവേലി നാടു പണിടും കാലം. പാടിക്കോളൂ. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തെങ്ങാർക്കുമൊട്ടില്ല താനും. ആപത്തൊന്നും ഇല്ല. ഇപ്പൊ ആപത്തുണ്ടോ? ഇപ്പൊ ആപത്തില്ല. അപ്പോ TCBയുടെ ഫൺ വിത്ത് മാവേലിയിലാണ് നിങ്ങൾ പങ്കെടുത്തേട്ടോ. ഓണം സന്തോഷായി. എന്ത് ചോദ്യം അത്? ടിവിയില് വരുമോന്ന്? ടിവിയില് അത്തം മുതൽ ഉത്രാടം വരെ എല്ലാ ദിവസവും രാത്രി 7:30 നോമ ഇങ്ങനെ
വിശേഷങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ കാണുക, സുന്ദരമായ മുഖങ്ങൾ നാട്ടുകാർ കാണട്ടെ. കാണും. അല്ല, സുന്ദരമായ മുഖങ്ങൾ നാട്ടുകാർ കാണട്ടെ. കാണട്ടെ. അടുത്ത പ്രാവശ്യമെങ്കിലും ഓർഡർ കൊടുക്കാണ്ട് വീട്ടിൽ പായസം ഉണ്ടായിക്കോളും കേട്ടോ. അപ്പോ നോം പോവുകയാണ്. അപ്പോ നോമിങ്ങനെ നടന്നിങ്ങനെ വരുമ്പോ അതാ ഈ രണ്ട് സുന്ദരന്മാരെ വിട്ടിരിക്കണ്ടേ, ചോദിക്കട്ടെ എന്താ പേര്? ജോനാഥൻ. ജോനാഥൻ. ഇവിടെ പേര്? രണ്ട് ജോനാഥന്മാരോ? അങ്ങനെ പറയേ, രണ്ടുപേരും ഒരേ പേരാന്ന് വിചാരിച്ചു. എവിടെയാ സ്ഥലം? ഇരിഞ്ഞാലക്കുട. എന്താ ചെയ്യണേ? ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യണില്ല, ടീച്ചറായിരുന്നു. ടീച്ചറായിരുന്നു. ഏത് സ്കൂളിലെ? പരിഹാരം. ഇപ്പോ തൽക്കാലം വിശ്രമം. ഗ്ലാഡിസ്, ഇരിഞ്ഞാലക്കുട വീട്. ഇരിങ്ങാലക്കുട വീട്. അവിടെ അപ്പച്ചൻ എന്താണ്? മ്യൂസ്. അപ്പൊ നമ്മുടെ കുഞ്ഞുമകളെ കൊണ്ട് ഒന്ന് കറങ്ങാനായിട്ട് വന്നൂല്ലേ? ഓണത്തിന് എവിടം വരെ ആയി ഒരുക്കം? ഓണക്കോടിയൊക്കെ വാങ്ങി, എന്താ സംഭവം ഒന്ന് പറഞ്ഞേ. വാങ്ങിയുണ്ട്, എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ആദ്യമേ. പിന്നെ അങ്ങനെ ഭക്ഷണ പരിപാടികളൊക്കെ, സദ്യ, ഓണത്തിന് ഭക്ഷണ പരിപാടി അവിടെ ചോദിക്കാം. പക്ഷെ ആരാണ് ഭക്ഷണത്തിന്റെ ആള്? ഭക്ഷണത്തിന്റെ ആളാരാ? ആരാണ് അടുക്കളയിലെ ഇൻചാർജ്? ആരാ? നീയാ? നീ കഴിക്കാനുള്ള ഇൻചാർജ് അല്ലേ? ഇവിടെ ഭക്ഷണം എന്തായി? ഭക്ഷണം ഉപ്പേരികളുടെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഏതൊക്കെ ഉപ്പേരികൾ എവിടെ വരെയായി എന്ന് കേക്കട്ടെ. കായുപ്പേരി വീട്ടിലുണ്ടാക്കി. ശർക്കര വരട്ടിണ്ട് ശരിക്കും അങ്ങോട്ട് ആവണില്ല, അപ്പൊ അതും പുറത്തുനിന്ന് മേടിച്ചു. ഒന്നാണ് കണ്ടേക്കടാ. ഓമനെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റില്ല. ദേഷ്യപ്പെട്ടല്ലാട്ടോ, നമ്മളെ തമാശ പറഞ്ഞാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്താണ് പ്രശ്നം? ശർക്കര വരട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവാതെ? അത് എന്താന്നറിയില്ല, അതിങ്ങനെ ശരിക്കും അങ്ങോട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ പോലെ അങ്ങോട്ട് ആവണില്ലേ. ഒരു കാര്യം ചെയ്യേ, എന്തോ യൂട്യൂബോ അങ്ങനെ എന്ത് സംഭവിക്കുന്നുണ്ടല്ലോ, അതിലൊക്കെ നോക്കി ഒന്ന് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കട്ടോ. അതെ, പക്ഷെ അവരുടെ പോലുള്ള നമ്മുടെ മിക്സിങ് ശരിയാവണമെന്നില്ലല്ലോ. സാരമില്ല, അടുത്ത പ്രാവശ്യം അങ്ങോട്ട് റെഡി ആവും. ഒരു പാക്കറ്റ് അല്ലേ? കായ വറുത്ത എങ്ങനെയുണ്ട്? അത് അടിപൊളിയായിരുന്നു. ഇനി അടുത്ത പരിപാടി എന്താ? മറ്റേ കറികൾ, അച്ചാറുകള്. അച്ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാരങ്ങയും മാങ്ങയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചമ്പുളി ഉണ്ടാക്കി. പായസം ഏതാ? പായസം മേടിക്കലാണ് എല്ലാവർക്കും താല്പര്യം. ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. ഓണം ആഘോഷിക്കുന്നുണ്ടല്ലോ, അവിടെ എങ്ങനെയാ? ഞങ്ങള് ാണല്ലോ. അല്ല, ഞാൻ ചോദിക്കണ അതല്ല, പാചകം മാത്രമേ ഉള്ളൂ, പാചകം ഉണ്ടോ? നമ്മൾ ടേസ്റ്റ് നോക്കാൻ കണ്ണപ്പുറത്ത് തന്നെ തോന്നി. അവിടെ അടുക്കളയിൽ കയറി കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ വാചകം അടിച്ച് വന്നിട്ട് ഒരു ഡയലോഗും എന്താണെന്നറിയോ? ശർക്കര വരട്ടി ഉണ്ടാക്കിയത് ശരിയായില്ല അത്രേ. എന്ത് കാര്യമായിട്ട് ശർക്കര വരട്ടി പാചകം ചെയ്യണ ആളാന്നറിയില്ല. അതെ, നമ്മള് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഉണ്ടാക്കുള്ളൂ. അതൊക്കെ പഴയതായല്ലേ. ഒന്നും പറയണില്ല, വേഗം ഓടിപ്പോക്കോ. അപ്പച്ചാ, എല്ലാം അറിയോ? തിന്നാൻ അറിയാറുണ്ടോ? അതൊക്കെ അറിയാം. അപ്പൊ അതില് പാചകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ പറയാറുണ്ടോ? കറികൾ നമ്മളും ഇടയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാക്കാറ്. എന്തായാലും സന്തോഷം കേട്ടോ. ഒരു പാട്ട് നോമിന് ആരാ പാടി തരണേ? അറിയോ? ഒരു പാട്ട് പാടി തരുമോ? പാടിയോ? മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. അപ്പോൾ TCBയുടെ ഫൺ വിത്ത് മാവേലി ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓണത്തിന് ഒരാഴ്ച മുന്നേ തന്നെ വീട്ടിലുള്ള പാചകങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ പാചകങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിന്റെ രുചി പോരാ, അതിന്റെ നിറം പോരാന്ന് മാത്രം പരാതിപ്പെടുന്ന ഗ്ലഫീനയും എന്നാ അടുക്കളയിൽ കയറി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന ഗ്ലാഡിസും ഇനി ഇതൊക്കെ കഴിച്ചിട്ട് ഉപ്പില്ല മുളകില്ല എന്ന് പറയുന്ന പിയൂസ് ചേട്ടനും ഇവിടെ നമ്മുടെ കൂടെ ചേരുകയാണ്. അപ്പോൾ TCBയുടെ ഫൺ വിത്ത് മാവേലി ഇതാ മന്നിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പള്ളിക്കുളം റോഡിലുള്ള മന്നിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടി. എല്ലാവരും കൂടെ പിടിച്ചോ. സന്തോഷായോ? പ്രതീക്ഷിച്ചോ? പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ഞങ്ങള് സെറ്റ് ആയത്. ഞെട്ടിപ്പോയി. ഞെട്ടി കുട്ടി മാമാന്ന്. എന്തായാലും സന്തോഷം കേട്ടോ. ഹായ്, എന്താ സുന്ദരിക്കുട്ടിയുടെ പേര്? നിവേദിക. എന്താ പൂവോ? അതെന്ത് പൂവാ? അത് മറ്റേ ഡ്രസ് ഉണ്ട്. ഏതൊക്കെ കളർ ഒന്ന് ചോദിക്കട്ടെ? റെഡ്, വെള്ള, നീല. എന്തെല്ലാം ആവട്ടെ. എന്താ പേര്? രാജേഷ്. എന്ത് ചെയ്യണേ? ഞാൻ റിയൽ എസ്റ്റേറ്റ്, ചെറിയ വണ്ടി കച്ചവടം, സ്ഥല കച്ചവടം. കച്ചവടം നടക്കണ്ടപ്പോ? വളരെ മോശമാണ്. ഇപ്പൊ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഗംഭീര കച്ചവടമൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ. ഉണ്ടാവട്ടെ. ഹായ് സുന്ദരിക്കുട്ടി, എന്താ പേര്? വൈഗ. എത്രയിലായി? 7. ഷീന. ജോലി വല്ലതും ഉണ്ടോ? ഇല്ല. വീട്ടില് കൃത്യമായിട്ട് പാചകമൊക്കെ ചെയ്യുവാണോ? അത് ചെയ്യാറുണ്ട്. വരുമ്പോ കിട്ടാറുണ്ടോ?
ഇല്ല, അല്ല വരുമ്പത്തേക്ക് ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് ഭക്ഷണം കിട്ടാറുണ്ട്. അടി കിട്ടാറുണ്ടോന്നാണ് ഉദ്ദേശിച്ചത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. കുനിച്ച് നിർത്തി ഇടിക്കാറുണ്ടോന്ന് ചോദിച്ചത്. ഇനിയിപ്പൊ അതെങ്ങനെ ഉണ്ടോ അവിടെ? അതില്ല. അതൊന്നും വേണ്ടാട്ടോ. പേര് ദേവിക. ദേവിക. എന്താ ചിരിക്കണേ? അല്ലെങ്കിൽ ശരി വരും. ചിരി വരും, അറിയാതെ ചിരി വരും. എത്രയിലായി? 10. അപ്പൊ എന്തായി ഓണാഘോഷം? എന്തായി അവിടുത്തെ? ഇങ്ങനെ നടക്കണതാ ഡ്രസ് എടുത്തു. കയ്യില് ദാ കണ്ടില്ലേ ഓണാഘോഷം എന്തായിന്ന് ചോദിക്കുമ്പോ കണ്ടില്ലേ പൂവ്, നാളത്തേക്കുള്ള പൂവ്. നാളത്തേക്കുള്ള 10 ദിവസം പൂ ഇടാറുണ്ടോ? 10 ദിവസം പോടാറുണ്ട്. എന്തായി അച്ചാറിന്റെ പരിപാടി ഇടം വരെയായി? അച്ചാറ് മാങ്ങച്ചാറിട്ടുണ്ട്, ഇനി നാരങ്ങച്ചാറ് ഇടണം. ഇഞ്ചമ്പുളി എന്നാ? അതൊക്കെ തലേദിവസം. തലേദിവസം ഉത്രാടത്തിന്റെ അന്ന്. അതെ, ഇന്ന് ഉത്രാട പാച്ചിലാണ്. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. എത്ര ദിവസം ഉണ്ടാവും വീട്ടില്? ഒരു 3-4 ദിവസം. പുലിക്കളിക്ക് വരാറുണ്ടോ? പിന്നെ ഈ പുലിനെയൊക്കെ കൊണ്ടുവരുമോ? പിന്നെ ഇവനെ കൊണ്ടു പറഞ്ഞ ചെലവ് കൂടുതലാ. എന്താ അത്? അങ്ങനെ വിളിച്ചാൽ പറ്റൂലല്ലോ. നമ്മുടെ തൃശ്ശൂർ പുലികളെ തന്നെ മേടിക്കണമെങ്കിൽ പൈസ പിന്നെയും കുറവാ, ഇവരെ മേടിക്കാൻ പൈസ കൂടുതലാ. ഇപ്പൊ എത്ര ചെലവ് ഇപ്പൊ വന്നിട്ടുണ്ട്? ഇപ്പൊ ഒരു 15 രൂപ എടുത്തായിട്ടുണ്ടാവും. 15 രൂപ ഡ്രസ് അടക്കം. അത് നമ്മുടെ ജീവിതത്തിൽ വർഷത്തിൽ ഒരിക്കലുള്ളതാണ്. അത് സന്തോഷാക്കുക. ഈ ഒരു സിനിമയിലെ ഡയലോഗ് നോമ്പറ പടം വരും അല്ലേ, അത് വരും പോകും, പക്ഷെ നമ്മള് കുറവാ, പോവിലാണ് കൂടുതല്. ടെൻഷൻ അടിക്കണ്ട, നന്നാവട്ടെ. സന്തോഷാവട്ടെ. അപ്പൊ ഓണക്കോടിയൊക്കെ വാങ്ങിയോ? ഓണക്കോടി മേടിച്ചു. വണ്ടിയിലുണ്ട്, അതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പൊ ഇവരൊക്കെ ഇതിലൊന്ന് കേറിയിട്ടൊക്കെ ബീച്ചൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ, പാർക്കിലൊക്കെ. ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്യാം. ചേട്ടാ ദാഹിക്കണ ഒരു ചായ കൊണ്ട് കുടിച്ചാലോന്ന്. ചായ ഇപ്പൊ ജ്യൂസ് കുടിച്ചു. ജ്യൂസല്ല, മസാല ദോശ. അത് സ്ഥലം വേണ്ടേ, ബിരിയാണി ഒക്കെ കഴിച്ചിട്ടിരിക്കണേ. അല്ലെ തൃശ്ശൂര് വന്നിട്ട് മസാല ദോശ കഴിക്കാൻ എങ്ങനെ പോകാനാ? അവർക്ക് ഡ്രസ് എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കട്ടെ. നോമൻ അതൊക്കെ പറ്റുള്ളൂ. അപ്പൊ മസാല ദോശ ഇല്ലാണ്ട് വീട്ടിൽ കയറില്ലാന്ന് പറയാ. ആയിക്കോട്ടെ, പോയി മസാല ദോശ കഴിക്കുക. ആയിക്കോട്ടെ. എന്താ വല്ലതും വേണോ? ഒന്നും വേണ്ട. അപ്പൊ ഇതിൽ ആരും ഒരു പാട്ട് പാടി തരണേ. ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും. അപ്പൊ ഒരു പാട്ട് വെച്ചോളൂ, നമുക്ക് ഡാൻസ് കളിക്കാം. അപ്പൊ ഒരു ഡാൻസ് കൊണ്ട് കാണാട്ടോ. മുമ്പാട് ചോദ്യ നാട്ടുകാർ കാണുമെന്ന്. നാട്ടുകാർ കാണാനല്ലേ നോമിത് നടക്കണത്. നിങ്ങളെയൊക്കെ കണ്ട് സംസാരിക്കാനായിട്ട് സന്തോഷമായോ? ആയിട്ട് പറഞ്ഞപ്പോ തന്നെ അവര് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു. അപ്പോ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞപ്പോ നമ്മളൊരു സമ്മാനം കൊടുത്തിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു. തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടിയാണ് അങ്ങോട്ട് സമ്മാനം കൊടുക്കുന്നത്. ഈ വർഷത്തെ ഓണം സന്തോഷമാവട്ടെ, അനുഗ്രഹപ്രദമായിട്ട്. എല്ലാവരും ഒരുമിച്ച് പിടിച്ചോ. ഹാപ്പി ആയോ? ഹാപ്പി. ഇത് പ്രതീക്ഷിച്ചോ? ഇല്ല, പ്രതീക്ഷിച്ചില്ല. 15,000 പൊട്ടിന്ന് പറഞ്ഞ ആൾക്ക് ഒരു സന്തോഷമാണ്. അപ്പൊ അതാ പറഞ്ഞത്, നമ്മള് എത്രയാണെങ്കിലും കുടുംബത്തിന് വേണ്ടിയിട്ട് സമയങ്ങൾ ചെലവഴിക്കുക, സന്തോഷമാക്കുക, അതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ജീവിതത്തില്. അപ്പൊ ഒരു ഹാപ്പി ഓണം കൊടുത്തേ. ഹായ്, നമസ്കാരമുണ്ട്. അപ്പോ ആ കുറെ പേര് ഇങ്ങനെ ഓണത്തിന്റെ ഒരു മൂഡിലാണ്. എവിടെയാ സ്ഥലം? തവനൂരാണ്. എന്ന് പറയുമ്പോ നമ്മളെ എടപ്പാള് പൊന്നാനിന്റെ അടുത്ത്. മലപ്പുറത്തിന്റെ അടുത്തല്ലേ? മലപ്പുറം ജില്ലയിലെ. പേര്? അനീഷ്. എന്താണോ മുല്ലപ്പൂങ്കാരിയുടെ പേര്? ആദിത്യ. നോമനെ കണ്ടിട്ടുണ്ടോ? നോമനെ ഇപ്പൊ കണ്ടോ? അങ്ങനെ. എന്താ പേര്? അവനി. അവിടെ? രാജലക്ഷ്മി. ശ്യാമ. അനൂപ്. ചന്ദ്രൻ. ജയശ്രീ. അപ്പൊ എങ്ങനെയുണ്ട്? എവിടെ ചോദിക്കട്ടെ, ജയശ്രീയമ്മയോട് ചോദിക്കട്ടെ, ഓണാഘോഷം എവിടം വരെയായി? നല്ല രീതിയിൽ പോണു. വീട്ടില് പാചകമൊക്കെ എവിടം വരെ ആയിട്ടുണ്ട്? പാചകം ഉണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ ഓണത്തിന് ഒരു കല്യാണം ഉണ്ട്. അപ്പൊ സന്തോഷായി. ഒന്നും വീട്ടിലുണ്ടാക്കണ്ട, ചെലവും കുറഞ്ഞു. ആരുടെ കല്യാണ? ആങ്ങളയുടെ മോന്റെ. എന്നാ കല്യാണം? തിരുവോണത്തിനെന്താണോ? അവിട്ടത്തിന്റെ എന്താണ്. അപ്പൊ ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിക്കും കല്യാണം. ഈ പ്രാവശ്യം ലാഭായി. സാധാരണ എങ്ങനെയാണോ? കഴിഞ്ഞ വർഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ കൊല്ലം കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ വർഷവും ഓണത്തിന് കുടുംബമുണ്ട്. ഞങ്ങളെ വീട്ടിൽ എപ്പോഴും ഓരോ കല്യാണങ്ങൾ ഉണ്ടാവും. അപ്പൊ വീട്ടുപേരെന്താ? വീട്ടുപേര് മംഗളത്തൊടിയില്. മംഗലത്തൊടിയിലൊരു ഗുണമുണ്ട്, എല്ലാ ഓണത്തിനും കല്യാണ കേമായിട്ട് അങ്ങോട്ട് ആഘോഷിക്കും. അപ്പോ എന്താ ചെയ്യണേ? നമ്മൾ ആധാരത്തിന്റെ വർക്കാണ്. ഓൺലൈൻ മൊത്തം ആധാരം എടുത്താണ്. ആധാരമയമാണ് വീട്ടില്. ആരാണ് ആധാരത്തിന്റെ ജീവിത പങ്കാളി? ജീവിത പങ്കാളിയൊന്നും ഇല്ല. അതാ ചോദിച്ചു. ജീവിത പങ്കാളി ഇല്ല. അല്ല, ഉണ്ട്. ദേ നിക്കണൂന്ന്. മറന്നുകൊണ്ടോ? ഇല്ല. ചെറുതായിട്ട് മറക്കണുണ്ടോ സംശയം. ഇവിടെ വരുമ്പത്തേക്ക് സൂക്ഷിച്ചോളണം കേട്ടോ. ആള് കണ്ണട വെച്ചിട്ടൊക്കെ ഉണ്ട്. അകലെയുള്ളതൊക്കെ അടുത്ത് കാണാൻ വേണ്ടിട്ടാ. എന്താ ചെയ്യണേ? ഞാൻ സഹായിക്കണു. ഒരു കണ്ണ് വേണം കേട്ടോ. ഇവിടെ എങ്ങനെയാ? ഞാന് ബാങ്കിലാണ്. ഏത് ബാങ്കാണാവോ? അവിടെ ജോലിയൊക്കെ സന്തോഷമായിട്ട് പോകണം.
നല്ല പരിപാടി ഉണ്ടോ? ആധാർ എടുത്താണോ? അല്ലല്ല, യൂണിവേഴ്സിറ്റിയില, കാലിക്കറ്റ്. വലിയ ആളാ. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓണാഘോഷമൊക്കെ എങ്ങനെയാ? ഇതാ ഇങ്ങനെയൊക്കെ തന്നെ. അതല്ലാത്ത സമയങ്ങളിലൊക്കെ നിങ്ങള് സന്തോഷമായിട്ട് ഒരുമിച്ച് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് അല്ലേ? ഓ അതെ. അത് വേണം കേട്ടോ. സന്തോഷം അല്ലേ? നമ്മുടെ മക്കളും ഒക്കെ ആയിട്ട്. അപ്പൊ ഇതിൽ ഞാൻ വീട്ടിലാണ് സന്തോഷമായിട്ട് കഴിഞ്ഞു. എല്ലാരും ഒരു വീട്ടിലാണ്. ഇന്നത്തെ കാലത്ത് എങ്ങനെ എവിടെ അങ്ങനെ ഉണ്ടാവും അല്ലേ? ഇതാണ് സന്തോഷത്തിന്റെ ഇത്. ആരാ ഇതില് പാചകം ചെയ്യണേ? ഞങ്ങളൊക്കെ തന്നെ. ആരാ നേരത്തെ എണീക്കണ? ആരാ? അതൊക്കെ എല്ലാരും എണീക്കും. അറിയണല്ലോ. ഇവർക്കൊക്കെ എന്തായാലും പോണ്ടേ, നേരത്തെ പോണല്ലോ. അപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ എണീക്കണ്ടേ? അതാണ് ഞാൻ ചോദിച്ചേ. വീട്ടിലെ കാർന്നവരാണ്, അപ്പൊ ചോദിക്കണല്ലോ. എല്ലാം സന്തോഷമായിട്ട് നടക്കുക കേട്ടോ, മനോഹരമായിട്ട് നടക്കട്ടെ, ഓണം ഹാപ്പി ആവട്ടെ. ആരാ നമുക്ക് ഒരുമിച്ചിട്ട് പാട്ടൊക്കെ പാടിയാലോ? എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങനെ പാട്ട് പാടിയാലോ? പാട്ട് പാടുന്ന ആളാണ്. അപ്പൊ ഇങ്ങോട്ട് നീങ്ങിക്കേ. ഓണത്തിന് ഒരുമിച്ചേക്ക്. ഒരുമിച്ചെന്ന്. അക്കര ഇക്കര ഓടിയണയുന്ന നീർക്കോലിച്ചാത്തന്റെ വാലു വീടിച്ച് വരമ്പത്താടിച്ചിട്ട് നെയ്യിൽ പൊരിച്ചിട്ട് അക്കണ്ട പിള്ളേരെ തൊള്ളിലും പള്ളിയിൽ പൂവേ പൊലി പൂവേ പൊലി പൂവേ. ഓയ് ഓയ് ഓയ്. ഞാൻ കുറച്ച് പഴയ പാട്ടോടാ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. സന്തോഷായിരിക്കണു. അപ്പൊ ഇതുപോലെ മനോഹരമായി തീരട്ടെ നിങ്ങളുടെ കുടുംബവും. ഒരു ഹാപ്പി ഓണം കൊടുത്തേ. ഹാപ്പി ഓണം മാത്രം പോരാ, ഞാനൊരു സാധനം കൂടെ തന്നിട്ടാ പോണേ. എന്താണെന്നറിയോ? ഒരു ഓണക്കോടി ആയാലോ? ഈ ഓണത്തിന് നോം വന്ന് ഒരു ഓണക്കോടി. 2 പേരാണ് പാട്ട് പാടിയത്. അപ്പോ നിങ്ങളുടെ കുടുംബത്തിന് ആ വീട്ടുപേരെന്താണാവോ? വീട്ടുപേര് അത് നോമിന് പറയാൻ പറ്റില്ല. ഞാനിവിടെ പറഞ്ഞ അവിടെ ഇങ്ങനെയാണ് ചവിട്ടോ. അവിടെ പറയട്ടെ, എന്താ പറഞ്ഞേ? മാത്താനിപ്പുറത്ത്. അപ്പൊ അത് ചെറിയ പേരാ. അപ്പോ പള്ളിക്കുളം റോഡിലുള്ള, തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടിയാണ്. അതാ ഇവിടെ മലപ്പുറത്തുനിന്ന് വന്ന് നമ്മളെ പങ്കെടുത്ത് സംസാരിച്ച് ഈ വർഷവും കഴിഞ്ഞ വർഷവും എല്ലാം ഓണനാളിൽ കല്യാണങ്ങൾ മാത്രം നടത്തുന്ന കുടുംബത്തിന്റെ ആൾക്കാരാണ്. ഞാൻ അടുത്ത വർഷവും ഓണത്തിന്റെ നാളിൽ കല്യാണം നടത്തും. കാരണം വീട്ടിലൊന്നും ഉണ്ടാക്കണ്ടല്ലോ. എന്തായാലും സന്തോഷമാവട്ടെ. അത് പിടിച്ചോളൂ, 2 പേരോട് പിടിച്ചോളൂ. ഇങ്ങനെ വരിക. നീർക്കോലി ചാത്തനെ പാട്ടൊക്കെ പാടിയ ആൾക്കാരാ. അപ്പോ തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടി സമ്മാനം. ഹാപ്പി ആയോ? ഇങ്ങനെ പ്രതീക്ഷിച്ചോ? ഇല്ല, കുഴപ്പമില്ല. നോം വരുമെന്ന് പ്രതീക്ഷിച്ചോ? ഇല്ല. ഓക്കെ. ഹാപ്പി ഓണം കൊടുത്തേ. ഹാപ്പി ഓണം. അപ്പോ TCBയുടെ ഫൺ വിത്ത് മാവേലി ഇന്ന് യാത്ര തൽക്കാലം കൊണ്ട് അവസാനിപ്പിക്കുക. എത്ര പേരാന്നറിയോ? ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ് ഇല്ലേ? ഓണം വരാനായിട്ടും നോം വരാനായിട്ടും. ഇപ്പോൾ ഇനി അധികം സമയമില്ല ഓണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫൺ വിത്ത് മാവേലി കാണാൻ മറക്കരുത്. ഇനി എവിടെയെങ്കിലും ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എന്നാലും താഴെ കണ്ട നമ്പറിലൊന്ന് വിളിച്ച് നോക്കുക. നോം ഒഴിവുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ടൊക്കെ ഒന്ന് സഞ്ചരിച്ച് വരാട്ടോ. അധികം ദിവസം ഇല്ല. അപ്പോൾ വിളിക്കാൻ മറക്കണ്ട. താഴെ കണ്ട നമ്പറിലൊന്ന് വിളിച്ചോളുക. ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നോം ഫോൺ എടുത്താൽ സംസാരിച്ചോളാം. അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് വിടാം. നാളെ നമ്മൾ ഇതേ സമയം വരും. ഒരുപാട് വിശേഷങ്ങളായിട്ട് മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയിൽ നാളെ കാണാട്ടോ. ഇന്ന് നമ്മുടെ കുറേ കുഞ്ഞു മക്കളുടെ ഒപ്പം അങ്ങനെ സന്തോഷമായി. കുഞ്ഞു മനസ്സാണേ. അപ്പോൾ വലിയ മനസ്സുള്ളവരെ കുഞ്ഞു മനസ്സാവാനായിട്ട് നോക്കുക. നാളെ കാണാട്ടോ. സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം.
എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.